ഹലോ ഗൈസ്, പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഷിബിൻ ഷിബിൻ ഫണ്ണി ഗെയിമിംഗ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പുതിയ ഗെയിമാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ, അതായത് നമ്മുടെ ഷിബിൻ പറഞ്ഞോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ സെറ്റപ്പ് നമ്മുടെ അടുത്ത് 122 ഇതൊക്കെ ഉണ്ട്. ഏതാ ഗസ് ഇയാളെന്തോ ഇവിടെ ഇരുന്ന് കയ്യാട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ കാറ് ചുറ്റും നോക്കിട്ടോ ഒന്നും മനസ്സിലുള്ള ഇയാളിങ്ങനെ കയ്യാട്ടിക്കൊണ്ടിരിക്കണം. എക്സ്പെൻസീവ്. അപ്പം ഇയാളൊന്നും വേറൊന്നുമല്ല, ഈ 0 പോയി അവളടുത്ത് കൊടുക്കാനായിരിക്കും. അല്ല, എക്സ്പെൻസീവ് അല്ല, എറിഞ്ഞോളാം. അപ്പോൾ ഇയാളെ കൊണ്ട് തോറ്റല്ലോ. നമുക്ക് നല്ലത് ത്രോ ചെയ്യാം. അല്ല, പറ്റൂല. അവിടെ ചെക്കയും പോടോ ഉണ്ട്. ഓക്കെ, ടു എക്സ്പെൻസീവ്. അതിന് ഇതുവരായിട്ട് ഞാൻ മേടിച്ച സാധനം വന്നിട്ടില്ല. ഞാൻ കൈയാണ്ടി പോടിയാ അവിടുന്ന്. ചിലപ്പോൾ എന്താ ചെയ്യാ, ആയിക്കോട്ടെ പോ. ഇയാളെ നോക്കിയിരുന്നിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. യാതൊരു കിണ്ണ സാധനമല്ലേ, നമ്മൾ വലിയ എന്തൊന്നും മേടിച്ചിട്ടാണ്. നാണ്ടൂല് ഇവിടെ ആക്കാവേ. ഓക്കെ, അയ്യോ കിട്ടുവാ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഇവിടെ കാണുന്ന നീ. ഓക്കെ, അല്ലാതെ നമ്മൾ ത്രോ നക്കിയത് കണ്ടോ തോന്നുന്നു. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹാവു, ഇതെടുക്കാം. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ ഗൈസ്, അതൊരു വിഷയമല്ല ഗൈസ്. നാളെ വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഗ്യാപ്പുണ്ട് വിഷയമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സാധനം വന്നോണ്ട് നമുക്ക് ഇതല്ലാതെ കുത്തി നോക്കാനുള്ള സ്ഥലമുണ്ട്. ഓടാ അവിടുന്ന് എണീറ്റിട്ട് കുറേ നേരമല്ലോ. എന്ത് വേണ്ട പറയണേ. ഫ്രിഡ്ജിൽ വെക്കാണ്ടാണ് ഇത് ത്രോ ചെയ്യാം. ഫ്രിഡ്ജ് നമ്മൾ എടുത്തില്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടായിട്ടാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇവിടെ കണ്ടാകും. ഭാഗ്യം എവിടെയാണ്. ഇതിന് നമുക്ക് മാർക്കറ്റ് പ്രൈസ് 5 അപ്പം നമുക്ക് 5.47 94 ഭാഗ്യത്തിന് നമ്മൾ അതൊക്കെ ഇടണുള്ളൂ. പുഷു ഇവിടെ പോടെ, ഞാൻ എക്സ്പെൻസീവ് നോക്കിക്കോളാം. ഓക്കെ, ഇവിടെ എല്ലാം അപ്പോൾ ഗൈസ് ഇത് ഫുള്ള് സെറ്റാക്കി. ഓക്കെ, എൻ്റെ അടുത്ത് വലിച്ചെറിയാം. എസിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതിന് പ്രൈസ് ഇട്ടിട്ടുണ്ടോ? ഓക്കെ, കുറച്ച് വലുതാണ്. നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇതിന് മാർക്കറ്റ് പ്രൈസ്
പ്രൈസ് 7.8 അപ്പം നമുക്ക് 7.28 കൊടുക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആയിക്കോട്ടെ. പിഹ അടുത്തത് ഇതെന്തോ എന്ത് വേണ്ടോ വലിയ ഷെൽഫ് മേടിച്ച അതിനാട്ടാ 8.54 ഇതിൻ്റെ പ്രൈസ്. കറടിക്ക് ഗുണമില്ല ഗുണമൊന്നും. സ്പേസിന് ഇവിടെ മറ്റേ പുഹ് ത്രോ ചെയ്തിട്ടുണ്ട്. ഗൈസ് ചെറുതായിട്ട് ചുമക്കുണ്ട് ഗൈസ്. അത് നമുക്കൊരു വിഷയമല്ല ഗൈസ്. ഇതെന്നും ഈ വീഡിയോ എന്നും വരും ഗൈസ്. പിന്നെ പ്രൈസ് 6.44 മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 6.51 വെക്കാം. നമ്മൾ എത്രയോ പൈസ എടുത്ത് എറിഞ്ഞിട്ടാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിയത്. ഇവിടെ പോടെ എണിത്തിട്ട് അവിടുന്ന് വെള്ളമല്ലേ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടതാ. യെസ് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടതാണ്. പുഹ ഇതാണ് അയാൾ എക്സ്പെൻസീവ് എന്ന് പറയുന്ന സാധനം അല്ലേ. അതിന് എക്സ്പെൻസീവ് കുറച്ചോളാം. ഞാൻ കുറക്കാൻ പറയണ്ട, അയാൾ കുറച്ചിട്ട് പോവാം. ഇരുപതാക്കിയിട്ടുണ്ട്. പോടാ അവിടുന്ന്. ഇനിയിപ്പോ ത്രോ ചെയ്തിട്ട് അല്ല, ഈ പെട്ടി ആവശ്യമുണ്ട് കേസ്. കുട്ടി വന്നേ ഒരു കാര്യം ടേക്ക് ചെയ്യട്ടെ, ഫുൾ ടേക്ക് ചെയ്യട്ടെ. ഇയാൾക്ക് കൊടുത്തു നോക്കാം. $15 to $20 ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അത് ഇടാനാണ് പറഞ്ഞത്. ഇട്ടോളാം. അതിന് പേടിച്ചണ പൊയ്ക്കോ. ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. മാർക്കറ്റ് പ്രൈസൊക്കെ ഓക്കെയാണ്. ഇയാൾ പിന്നെ എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് പറയണത്? പ്ലേസ് ചെയ്യാം. ഫ്രിഡ്ജത്തെ സാധനങ്ങൾ ഗൈസ്. ഇതിൽ കുറച്ചൊക്കെ ഫ്രിഡ്ജത്തെ സാധനങ്ങളാണ് ഗൈസ്. ന്യൂട്രൽ ഏതായാലും ഫ്രിഡ്ജത്തെ ആയിരിക്കും അല്ലേ ഗൈസ്? ഒരു മിനിറ്റ്. അല്ലേ നമ്മൾ ന്യൂട്രലിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ ഫ്രിഡ്ജിലല്ലേ വെക്കാറ്? അല്ല ഗൈസ്, നമ്മളൊക്കെ എക്സ്പെൻസീവ് കുറച്ചിട്ടാണ് കേട്ടോ. ഏതായാലും നമ്മൾ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടില്ല. പിഹ് ബാക്കിയുള്ളതൊക്കെ ഇതിക്കിട കേട്ടോ. ഷെൽഫ് വലുതാണ്. ഇതിലതൊക്കെ ബാക്കി നിൽക്കുന്നത് ബാ തായിരുന്നു. ഫുള്ള് ചപ്പും ചാവറുമാണ്. ഇതൊക്കെ എടുത്ത് വലിച്ചെറിയണം. അപ്പോൾ നല്ല രീതിയിൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു പരാതി ഇട്ടിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിരലട് നിൽക്കാനുള്ളത് തന്നെ ഉള്ളൂ. ഒരു ഒറ്റ നിൽക്കൽ തീരൂലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. അപ്പോൾ ഗൈസ്, നമുക്ക് കട തുറക്കട്ടോ. പുഹുക. എല്ലാത്തിൻ്റെ പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. ആൾക്കാർ വരി എൻ്റെ പൈസ ഉണ്ടാക്കിയിട്ട് പോയി. ഒരു കാക്കു വരുന്നുണ്ട്. പുഹുക. കാക്കു എന്തെങ്കിലും വാങ്ങിയിട്ട് പോയി. എന്ത് എക്സ്പെൻസീവ് എന്നാ മുണ്ടാ പൊയ്ക്ക ചക്ക അവിടുന്ന്. അല്ലെങ്കിൽ തന്നെ ഇതിൽ ഒരു എക്സ്പെൻസീവും ഇല്ല. കടാ ചേച്ചിയൊക്കെ എടുത്ത് പോണ്. അപ്പുറത്ത് പോയാൽ മറ്റേ സാധനം എടുക്കാൻ. ഇതെപ്പോഴാണ് ഷോപ്പിംഗ് മാളായത്? ഇയാളൊറ്റ സാധനം വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്നോ? എന്താടാ ഇത്?
ഗൈസ് വല്ലാത്ത ഇഷ്ടം. എന്തൊക്കെ കഷ്ടമാണ്. ഓ ഈ ചേച്ചി എന്തൊക്കെയാ വാങ്ങിക്കണ ചേച്ചി. 44 കുഴപ്പമില്ല. കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഭാഗ്യമുണ്ട്. 13. നമ്മളതാ ലീവില്ലേ ഇവിടെ ആൾക്കാരുണ്ട്. ഷടാ ഗൈസ്, ഈ പരസ്യം നമുക്കൊരു പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. പരസ്യം നമുക്ക് ഒരു വിഷയമുണ്ട്. വെറുതെ ലാഗാക്കും വീഡിയോ ഗൈസ്. 28 രൂപ. ഗൈസ് നിങ്ങൾ മാസൻ പറയണില്ല. മാസൻ കരുവാരമുണ്ട്. മുഹമ്മദ് മാസൻ കരുവാരമുണ്ട്. WWE ഫൈറ്റർ റിവെഞ്ച് വീഡിയോ എല്ലാവരും പോയി കാണുക കേട്ടോ. നമ്മളാ ആ ഫൈറ്റിൽ ജോൺസിനെ ജയിച്ചു. ഈ ഫൈറ്റിൽ റോമ റൈസാണ് ജയിച്ചത്. നിങ്ങളൊന്ന് പോയി നോക്കി നോക്കാം. ഫണ്ണി വീഡിയോസൊക്കെയാണ് അത്. അത്രക്കാണ് ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് തോന്നൂലെങ്കിലും എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആകെ സീനാണ്. മഴയും കറണ്ടില്ലായ്മയും ആകെ സീനും മറ്റേതുമാണ് ഗൈസ്. നിങ്ങളവിടെ മഴ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ്. അത്ര കുഴപ്പമില്ല ഉറപ്പാണ്. ചിലപ്പോൾ മഴ ഉണ്ടാവുമായിരിക്കും. മഴ ഉണ്ടാവില്ല. ഇന്നത്തെ പ്രോഫിറ്റ് എത്ര ഗൈസ്? ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വല്ല കാര്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ ഗൈസ്. നമ്മൾക്ക് പ്രോഫിറ്റ് എല്ലാം നോക്കാം. പ്രോഫിറ്റ് ടോട്ടൽ പോയിൻറ്റ്സ് ബാലൻസ് ഒക്കെ 380 ബാലൻസാണ് കിട്ടിയത് ഗൈസ്. കൂടെ 400 ടോട്ടൽ സ്പ്ഡേറ്റ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.